2026 ഓണം മലയാള സിനിമ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് ക്ലാഷിന് സാധ്യത തെളിയുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും സിനിമാ ഗ്രൂപ്പുകളിലായാലും ഈ ഒരു ചർച്ചയാണ് മെയിൻ. ഒരു വശത്ത് ഫുൾ ഫോമിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയതാരം പൃഥ്വിരാജ് സുകുമാരൻ ഒരു വലിയ ആക്ഷൻ സിനിമയായിട്ട് വരും. പേര് ഖലീഫ. സംവിധാനം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മാസ് സിനിമാ ഡയറക്ടർ വൈശാഖ്. മറുവശത്ത് നമ്മുടെ പാൻ ഇന്ത്യൻ ഐക്കൺ മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയും എത്തുന്നു. ഐ ആം ഗെയിം. സംവിധാനം RDS എന്ന മെഗാ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത നഹാസ് ഹിദായത്ത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രണ്ട് സിനിമകളും 2026 ഓഗസ്റ്റ് 20 നേർക്ക് നേർ വരാനാണ് സാധ്യത. രണ്ട് സൂപ്പർ താരങ്ങൾ, രണ്ട് വലിയ സിനിമകൾ. ഈ ഓണത്തിന് ആര് ശരിക്കും കപ്പടിക്കും? ആദ്യം തന്നെ നമുക്ക് സിനിമകളെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഹീറോസിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. പൃഥ്വിരാജിന്റെ കാര്യം നോക്കിയാൽ പുള്ളി ഇപ്പോൾ ഒരു നല്ല ഫോമിലാണ്. സംവിധാനം ചെയ്ത എമ്പുരാൻ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയെങ്കിലും മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറി. അതുപോലെ ആടുജീവിതം ഒരു സിനിമ എന്നതിലുപരി ഒരു ഇവന്റ് ആയിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ 150 കോടി കടന്നു. ഒപ്പം ഗംഭീര അഭിപ്രായങ്ങളും. ഒരു നടൻ എന്ന നിലയിലും സ്റ്റാർ എന്ന നിലയിലും തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന പൃഥ്വിരാജ് വീണ്ടും തെളിയിച്ചു. തൊട്ടുപുറകെ വന്ന ഗുരുവായൂർ അമ്പലം നടയിലെന്ന കോമഡി പടം ഒരു ബ്ലോക്ക് ബസ്റ്ററായി. അതിൽ അഭിനയിച്ചത് പോരാതെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ അവർ തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമയെ 80 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെന്ന കണക്കുകൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ വിഷൻ അപ്പം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവസാനം ഇറങ്ങിയ വിലായത്ത് ബുദ്ധ ബോക്സ് ഓഫീസ് കാര്യമായ അനക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇനി ദുൽഖർ സൽമാന്റെ കാര്യം നോക്കിയാൽ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവിനാണ് DQവും ആരാധകരും കാത്തിരിക്കുന്നത്. കിങ് ഓഫ് കൊത്ത വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. അതിന് ഏകദേശം 30-35 കോടി എന്തോ ആണ് എൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ദുൽഖർ ആ സമയത്ത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി വളരുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പാൻ ഇന്ത്യ സ്റ്റാർ വാല്യൂവിന് നമുക്ക് ഒരിക്കലും എഴുതള്ളാൻ പറ്റില്ല. ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിന് മാർക്കറ്റുണ്ട്. സീതാരാമം, ലക്കി ഭാസ്കർ, കാന്ത പോലുള്ള വലിയ പാൻ ഇന്ത്യൻ ഹിറ്റുകൾ അദ്ദേഹത്തിന് ക്രെഡിറ്റിലുണ്ട്. പോരാത്തതിന് പ്രവാസ നായകനായ കൽക്കി 2898 ADയിലെ ക്യാമിയോ വളരെയധികം കയ്യടി നേടിക്കൊടുത്ത റോളായിരുന്നു. അതുപോലെ മലയാള സിനിമയെ ഹോളിവുഡ് നിലവാരത്തേക്ക് എത്തിച്ച വലിയ താരങ്ങളുടെ കളക്ഷൻ റെക്കോർഡിലൊക്കെ തരിപ്പണമാക്കിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രൊഡ്യൂസറും ദുൽഖർ സൽമാനായിരുന്നു. അടുത്തത് പാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ആർക്കാണ് മുൻതൂക്കം എന്നതാണ്. ഇവിടെ ദുൽഖറിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. കുറേ വർഷങ്ങളായി ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രികൾ സിനിമകൾ ചെയ്ത് കേരളത്തിന് പുറത്ത് വലിയൊരു ഫാൻ ബേസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ആം ഗെയിം ഈ മാർക്കറ്റ് കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് വരുന്നത്. സിനിമ മലയാളം കൂടാതെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി പല ഭാഷകളും റിലീസ് ചെയ്യുന്നതാണ് വാർത്തകൾ. തീർച്ചയായും പൃഥ്വിരാജും ഒരു പാൻ ഇന്ത്യൻ ആക്ടർ തന്നെയാണ്. സലാർ എന്ന സിനിമയിലെ വരദരാജ മന്നാർ എന്ന റോൾ ചെയ്ത ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വലിയ ഒന്നാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ SS രാജമൗലിയെ ഒന്നിക്കുന്ന സിനിമ മഹേഷ് ബാബുവിനൊപ്പം വില്ലനായി വരുന്നു എന്ന കാര്യവും അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യൻ വളർച്ചയുടെ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുൽഖറിന്റെ സ്റ്റാർ വാല്യൂ പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിലും ഓവർസീസ് മാർക്കറ്റിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇനി നമുക്ക് സിനിമകളിലേക്ക് വരാം. ആദ്യം ഖലീഫ. പൃഥ്വിരാജും സംവിധായകൻ വൈശാഖ് ഒന്നിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ആർക്കും ആവേശം നൽകുന്ന കാര്യമാണ്. ഇവർ ഇതിനു മുമ്പ് ഒന്നിച്ച് പോക്കിരി രാജിലാണ്. അത് 10 വർഷം മുമ്പ്. അതിനുശേഷം വൈശാഖ് മലയാളത്തിലെ വലിയ മാസ് ഡയറക്ടർമാർ ഒരാളെ മാറി. അതുപോലെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 150 കോടി ക്ലബിൽ കയറിയെന്ന് പറയപ്പെടുന്ന പുലിമുരുകൻ ഒരുക്കിയതും വൈശാഖാണ്. ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് എങ്ങനെ ഒരു മാസ് സിനിമ എടുക്കണമെന്ന് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷൻ പടമായ മമ്മൂട്ടിയുടെ ടർബോയും ഒരു ആക്ഷൻ എന്റർടൈനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് ഒന്നുകൂടി ഉറപ്പിച്ചു. കേൾക്കുന്നതനുസരിച്ച് ഖലീഫ ഒരു ഹെവി ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് ഒരുങ്ങുന്നത്. ആമിർ അലി എന്നാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പേര്. ലണ്ടൻ, ദുബായ്, നേപ്പാൾ, കേരളം എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരന്റെ പ്രതികാര കഥയാണെന്ന് പറയുന്നു. വെഞ്ചൻസ് വിൽ ബി റിട്ടൺ ഇൻ ഗോൾഡ് എന്ന ടാഗ് ലൈനും പടത്തിലുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ബർത്ത്ഡേക്ക് വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ പടമായിരിക്കും ഒരു ഫീല് കിട്ടിയിരുന്നു. അതിനുശേഷം വന്ന ഖലീഫ ദ ഗ്ലിംസ് ബ്രെഡ് ലൈൻ എന്ന വീഡിയോയിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് കൃത്യമായ സൂചന നൽകുന്നു. സിനിമയുടെ ടെക്നിക്കൽ ക്രൂവും ടോപ്പ് ക്ലാസ് ആണ്. ജേക്സ് ബിജോയ് മ്യൂസിക്, ജോമോൻ ടി ജോൺ ക്യാമറ, എഡിറ്റ് ചമൻചാക്കോ. പക്ഷെ ഖലീഫയുടെ ഏറ്റവും വലിയ ഹൈപ്പ് ഫാക്ടർ അതല്ല. ഈ സിനിമ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ഇതിന്റെ പ്രീക്വലായി ഒരു സിനിമ സാക്ഷാൽ മലയാളത്തിന്റെ മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് തന്നെ ചെയ്യുന്നത്. അതിന്റെ ആദ്യ ലുക്ക് പോസ്റ്റർ വന്നത് ശരിക്കും ഖലീഫയേക്കാൾ കൂടുതൽ വൈറലായിരുന്നു. അതിൽ മമ്പറക്കൽ അഹമ്മദ് അലി എന്ന ലാലേട്ടന്റെ ക്യാരക്ടർ പേര് കൂടി റിവീലായപ്പോൾ ആരാധകർ ആവേശത്തിലാണ്. അതുപോലെ ലാലേട്ടൻ ഖലീഫയിൽ ഈ ഒരു ഗംഭീര ക്യാമിയോ റോളിൽ വരുമെന്നും പറയപ്പെടുന്നു. അങ്ങനെ ആയ മൊത്തം മാറും. കാരണം ഇത് സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എല്ലാത്തരം ഓഡിയൻസിനെയും ഈ സിനിമയ്ക്ക് തൃപ്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അടുത്തത് ഐ ആം ഗെയിം. ഖലീഫ ഒരു മാസ് സിനിമയാണെങ്കിൽ ഐ ആം ഗെയിം ഒരു അർബൻ സ്റ്റൈലിഷ് ത്രില്ലറാണ്. സിനിമ സംവിധാനം ചെയ്ത് നഹാസ് ഹിദായത്താണ്. ഈ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കാരണം 2023 സർപ്രൈസ് ഹിറ്റായ RDS ഒരുക്കിയത് നഹാസാണ്. ചെറിയ ബജറ്റിൽ വന്ന് അതിൻ്റെ മേക്കിംഗ് കൊണ്ടും കിടിലൻ ആക്ഷൻ കൊണ്ടും തിയേറ്ററുകളെ ഇളക്കി മറിച്ച് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത പടമാണ് RDS. യൂത്തിൻ്റെ ട്രെൻഡ് അറിഞ്ഞ് എങ്ങനെ സ്റ്റൈലിഷ് ആക്ഷൻ പടം എടുക്കണമെന്ന് നഹാസ് നന്നായിട്ട് അറിയാം.
ഖലീഫയെ പോലെ ഒരു അധികം ഇൻഫോർമേഷൻ അയാം ഗെയിം ടീം പുറത്ത് വിട്ടിട്ടില്ല. അറിയാൻ കഴിയുന്ന ഒരു ഹൈ സ്റ്റോക്ക് ഗാംബ്ലിംഗ് ആണ് പടത്തിൻ്റെ മെയിൻ തീം എന്നാണ്. ഓഗസ്റ്റ് 20 തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്ന് ദുൽഖർ തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിരിക്കുന്ന ഒരു പോസ്റ്ററിലൂടെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് DQ സോളോ ഹീറോ ആക്ഷൻ പടമായി മലയാളത്തേക്ക് വിടുന്നത്. അദ്ദേഹത്തിന് തന്നെ സ്വന്തം ബാനറായ വെയ്ഫെയർ ഫിലിംസിലൂടെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ അദ്ദേഹത്തിന് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിനിമയുടെ ടെക്നിക്കൽ ടീമിൽ പുതിയ തലമുറയിലെ ഹിറ്റ് മേക്കേഴ്സാണ്. ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്ന KGF വിക്രം, അതുപോലെ തന്നെ നഹാസിനെ തന്നെ RDXും ചെയ്ത അൻപറിവ് മാസ്റ്റേഴ്സാണ്. അതുപോലെ മ്യൂസിക് ഇവിടെയും JX ബിജോയ് തന്നെയാണ്. അപ്പം മ്യൂസിക്കിൽ ഒരു ക്ലാഷ് ഉറപ്പാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്ന തല്ലുമാലയിലെ വിഷ്വൽ ട്രീറ്റ് നൽകിയ ജിംഷി ഖാലിദാണ്. കാസ്റ്റിംഗ് സ്ട്രോങ് ആണ്. ആന്റണി വർഗീസ് പെപ്പെ, അതുപോലെ തമിഴ്നാടൻ കതിർ, ഡയറക്ടർ മിഷ്കിൻ ഇവരൊക്കെ ഈ പടത്തിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകൾ പറയും. ഈ പടം ക്ലിയർലി ടാർഗറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലക്സ് ഓഡിയൻസിനെയും ഓവർസീസ് മാർക്കറ്റിനെയും ആണെന്ന് തോന്നുന്നു. കാരണം അതൊക്കെയാണല്ലോ DQവിന്റെ ഒരു സ്ട്രോങ് സോൺ. അതുപോലെ സിനിമയുടെ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ്, ഒരു പാൻ ഇന്ത്യൻ റിലീസ്, അത് RDS ഡയറക്ടറിലുള്ള വിശ്വാസം, അതെല്ലാം അയാം ഗെയിമിനെ ഒരു ടഫ് കോമ്പറ്റീറ്ററാക്കി മാറ്റുന്നു. മെട്രോ സിറ്റികളിലും ഗൾഫ് മാർക്കറ്റിലും ഒരു ഹ്യൂജ് ഓപ്പണിംഗ് ആയിരിക്കും ഈ സിനിമ ലക്ഷ്യം വെക്കുന്നത്. മലയാള സിനിമയെ തൻ്റെ ഒരു കിങ് സൈസ് സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണിത്. ദുൽഖറിൻ്റെ സ്റ്റൈൽ, സ്വാഗ്, പാൻ ഇന്ത്യൻ അപ്പീൽ ഇതെല്ലാം യൂസ് ചെയ്ത ഒരു പടമായിരിക്കും അയാം ഗെയിം. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കി ആർക്കാണ് കൂടുതൽ എഡ്ജ്? ചില പ്രധാന ഘടകങ്ങളായിരിക്കും ഈ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുക. ഒന്നാമത്തെ വളരെ സിമ്പിളും ലളിതമായി പറഞ്ഞാൽ തിരക്കഥയും സംവിധാനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര കോടിയോ മുറയ്ക്കാലും ആരൊക്കെ അഭിനയിച്ചാലും കണ്ടന്റ് കൊള്ളില്ലെങ്കിൽ, ഓഡിയൻസിന് കണക്ട് ആയില്ലെങ്കിൽ ഒരു സിനിമയും അധികം ഓടില്ല. ഒരു ഇനീഷ്യൽ ഹൈപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു തിയേറ്റർ കാലിയാവും. രണ്ടാമത്തെ മ്യൂസിക്. JX ബിജോയ് ആണ് രണ്ട് സിനിമകൾക്കും മ്യൂസിക് സംഗീതം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു വലിയ ഘടകമാകും. ഒരു ട്രെൻഡിങ് ഹിറ്റ് സോങ്ങിലൂടെ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷനെ വരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സ്ക്രീനിലെ ആക്ഷൻ പോലെ തന്നെ സ്പീക്കറിലെ മ്യൂസിക്കിനും ഒരു മത്സരം ഉണ്ടായിരിക്കും. ഖലീഫയുടെ ഗ്ലിംസ് ഓഫ് ആ വീഡിയോ കേട്ട BGM ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണ്. മൂന്നാമത് മാർക്കറ്റിംഗ് ആണ്. ഇത്രയും വലിയൊരു ക്ലാഷ് വരുമ്പോൾ പ്രൊമോഷൻ സ്ട്രാറ്റജി വളരെ ക്രൂഷ്യലാണ്. ട്രെയിലർ കട്ട് എങ്ങനെയായിരിക്കണം, ഏത് സിനിമയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഓർഗാനിക് ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുക എന്നതൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഖലീഫയുടെ മാർക്കറ്റിംഗ് പൃഥ്വിരാജിന്റെ മാസ് അപ്പീലും ലാലേട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ ക്യാമിയോ റോളിലുമാണ്. അതായത് മമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് ലാലേട്ടനെ കാണാൻ ആളുകൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തായിരിക്കും ഇവരുടെ മാർക്കറ്റിംഗ് മെയിനായിട്ട് വരുന്നത്. എന്നാൽ അയാം ഗെയിമിൽ ദുൽഖറിന്റെ ഹോം കമ്മിങ് ആണ്. അതായത് തിരിച്ച് നാട്ടിലേക്ക് വീണ്ടും മലയാള സിനിമയിലേക്ക് വീണ്ടും വരും ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ, ആക്ഷൻ, പിന്നെ DQവിന്റെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നിവയ്ക്കായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ സാധ്യത. ഈ മത്സരം വരുമ്പോൾ ഏറ്റവും നല്ല തിയേറ്ററുകൾ ഏത് സിനിമയ്ക്ക് കൂടുതൽ പോകുന്നു എന്നത് വലിയൊരു ഘടകമാണ്. പലപ്പോഴും വലിയ ഓഡിയോ ക്വാളിറ്റി ആവശ്യപ്പെടുന്ന പടങ്ങൾ പലതും തിയേറ്ററിൽ സഹിക്കാൻ പറ്റാത്ത ബഹളമായിട്ട് പോകാറുണ്ട്. പിന്നെ പോസിറ്റീവായ മറ്റൊരു കാര്യം, പൃഥ്വിരാജ് ദുൽഖർ ക്ലാഷ് എന്ന ആവേശത്തിൽ ഓണമൊക്കെ ആയതുകൊണ്ട് പതിവിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന ഒരു പക്ഷേ ഈ സീസണിൽ ഈ മത്സരം ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു ബൂസ്റ്റ് നൽകാനും സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലാഷ് റിലീസ് വന്നിട്ടില്ല. രണ്ട് താരങ്ങളും മലയാളികളുടെ അഭിമാനമായ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതൊരു മികച്ച പോരാട്ടമായിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസത്തെ കളക്ഷൻ കൂടുതൽ ദിവസം ഓടിക്കിട്ടുന്ന കളക്ഷൻ തമ്മിലുള്ള മത്സരമായിരിക്കും. ഖലീഫ കേരളത്തിൽ ഒരു വലിയ ഓപ്പണിംഗ് നേടാനാണ് സാധ്യത. പൃഥ്വിരാജിന്റെ പ്രസൻസും പടത്തിന്റെ മാസ് അപ്പീലുമാണ് പ്രധാന കാരണം. അതുപോലെ ഈ പറഞ്ഞ മമ്പറക്കൽ അഹമ്മദ് അലി ലാലേട്ടന്റെ ക്യാമിയോ ഉറപ്പായാൽ മോഹൻലാൽ ഫാൻസും സിനിമയ്ക്ക് ആ ദിവസം തന്നെ ഇടിച്ചു കയറും. അതുപോലെ അയാം ഗെയിമിലൂടെ ദുൽഖറിന്റെ മലയാളത്തേക്കുള്ള തിരിച്ചുവരവ് കാണാൻ എല്ലാ സിനിമാ പ്രേമികളും കൂടുതൽ യുവാക്കൾ ഉറപ്പായിട്ടും ആ ദിവസം തന്നെ തിയേറ്ററിൽ കയറും, ഒരു സംശയമില്ല. പടത്തിന് നല്ല അഭിപ്രായം കിട്ടിയാൽ മൾട്ടിപ്ലക്സും ഇന്റർനാഷണൽ മാർക്കറ്റും ഉള്ള അതിന്റെ സ്വാധീനം കാരണം അതിന് കൂടുതൽ ദിവസം ഓടി വിജയിക്കാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ ഒരു ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലൊക്കെ അയാം ഗെയിം മുന്നിലെത്താൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. ഇതൊരു ഹിസ്റ്റോറിക് ക്ലാഷ് ആണ്. ഇതിലെ യഥാർത്ഥ വിജയം തീരുമാനിക്കുന്നത് നിങ്ങളാണ്, അതായത് നമ്മൾ ഓഡിയൻസ് ആണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഓണം ബോക്സ് ഓഫീസിൽ ആര് കപ്പടിക്കും? പൃഥ്വിരാജാണോ അതോ ദുൽഖറാണോ? എന്തായാലും ഞാൻ രണ്ട് സിനിമയും ഫസ്റ്റ് തന്നെ കാണും. കാരണം ഞാനൊരു ഫാനാണ്, നല്ല മലയാള സിനിമകളുടെ ഫാനാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ അറിയാമല്ലോ. കൂടുതൽ സിനിമ വീഡിയോകൾക്കായി anoop.com സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.